ഹായ് ഗെയ്സ്, ഞാനിന്ന് നല്ല ടേസ്റ്റുള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്താനാണ് വന്നത്. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 4 കോഴിമുട്ട കൊണ്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ചിലർ ഇഞ്ചി ഇടും, ചിലർ ഇഞ്ചി ഇടില്ല. പച്ചമുളകും ഉള്ളിയാണ് സാധാരണ ഇടുക. ചിലർ തക്കാളി ഇട്ടുണ്ടാക്കും. അതിനൊക്കെ വ്യത്യസ്തമായ ടേസ്റ്റുകളാണ്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി വ്യത്യാസമായിട്ടാണ്. അറിയാവുന്നവരുണ്ടാകാം, അവർ സ്കിപ്പായി പോയിക്കോളി. നല്ല ടേസ്റ്റ് തോന്നിയതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തണം തോന്നിയതുകൊണ്ട് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഉള്ളി, കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ പച്ചമുളക്, ഈ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ളത് തേങ്ങയുടെ പാലാണ്. നമ്മൾ ഒരു 4 മുട്ടയ്ക്ക് ഒരു കാമുറി തേങ്ങ ചിരവിയെടുത്ത് അത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ പാല് മാറ്റി വയ്ക്കുക. നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് നാളികേരം ചരുകിയത്, ഉള്ളി, ഉപ്പ്, ആവശ്യത്തിന് പച്ചമുളക്, ഒരു അല്ലി കറിവേപ്പിൻ്റെ അല്ലി ചെറുതാക്കി മുറിച്ചിട്ട് വേണം കറിവേപ്പിൻ്റെ ഇല ഇതിൽ ചേർക്കാൻ. അതിലേക്ക് നമ്മൾ ഈ മുട്ട ഒഴിക്കുന്നു. അതോടുകൂടെ തന്നെ നമ്മൾ പിഴിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും അതിലേക്ക് ചേർക്കുന്നു. നന്നായിട്ട് നല്ല രൂപത്തിൽ ഇതെല്ലാ സ്ഥലത്തും മിക്സാവുന്ന രൂപത്തിൽ നമ്മളത് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കണം, എന്നാലേ ഇത് മിക്സായി എല്ലായിടത്തും അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ചില ഭാഗത്തുണ്ടാകും, ചില ഭാഗത്ത് തേങ്ങാപ്പാലിൻ്റെ അംശം എത്താത്ത ഭാഗങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്, നന്നായി മിക്സായി സാധനം, അടിപൊളിയായിട്ട് മിക്സായി കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കണം അത്, അല്ലെങ്കിൽ രണ്ടായിട്ട് തന്നെ നിൽക്കും. നമ്മൾ മുട്ടേൻ്റെ ഉണ്ണിയും വെള്ളയും നിൽക്കുക പറഞ്ഞിട്ടുണ്ടാവും, അതേമാതിരി തന്നെ. അതിനുശേഷം നമ്മളൊരു പാനിൽ അടുപ്പത്ത് വെച്ച് അത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഓയിൽ, അത് വെന്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇല്ലയെന്ന് ചോദിച്ച് പ്രശ്നമൊന്നുമില്ല, സാധാ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം. വെന്ത വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ അതിൽ ഒരു വാഴയുടെ ഇല ആ പാനിൽ വെക്കുക. അടിയിൽ എണ്ണ ഒഴിച്ചു നമ്മൾ പാനിൽ, അതിൻ്റെ മേലെ എല്ലായിടത്തും ആ എണ്ണ ആക്കിയതിന് ശേഷം അതിലാണ് നമ്മൾ ഈ ഇല വെച്ചിട്ടുള്ളത്. ആ ഇലയുടെ മേലെ നമ്മൾ കുറച്ച് വെന്ത വെളിച്ചെണ്ണ ഒഴിക്കണം. അധികം വേണ്ട, നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അത് വിട്ട് കിട്ടുന്ന രൂപത്തിൽ ആ ടേസ്റ്റിന്. ഇപ്പോൾ 4 മുട്ടയാണ് നമ്മൾ ഈ ഓംലെറ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഇലയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആ വെന്ത വെളിച്ചെണ്ണ എത്തുന്ന രൂപത്തിൽ തേച്ച് പിടിപ്പിക്കുക. ഒന്ന് ചൂടാകാൻ വേണ്ടി പാൻ നമ്മൾ അവിടെ വെച്ചു. അധികം ചൂടാവേണ്ട, ഒന്ന് ഇല ഒന്ന് സെറ്റാവുന്നവരെ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മുട്ട അതിലേക്ക് ഒഴിച്ചു. അതൊന്ന് വേകാനുള്ള നമ്മളതെല്ലാ ഭാഗത്തേക്കും അത് എത്തുന്ന രൂപത്തിലേക്ക് മാറ്റണം. കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് മാറും. ഇളക്കി നമ്മളെ ഓംലെറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കുന്നവരുണ്ടാകാം, അറിയുന്നവരുണ്ടാകാം, അവർ മൈൻഡ് ചെയ്യണ്ട. നല്ല ടേസ്റ്റ് തോന്നിയതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്.
വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.